ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ എന്തായിട്ട് ഒന്ന് സേവ് ചെയ്തോ ഷെയർ ചെയ്തോ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഞാൻ ഇന്നലെ ഇതേപോലത്തെ റൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ ബോർത്ത. പക്ഷെങ്കിൽ അത് ഒരുപാട് ആൾക്കാർ കംപ്ലൈന്റ് പറഞ്ഞു, നിങ്ങൾ എന്താ ചിക്കൻ മാത്രം ഉണ്ടാക്കുന്നത്, നിങ്ങൾ വെജിറ്റേറിയനും ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വെജിറ്റേറിയൻ ഉണ്ടാക്കാം, ചിക്കൻ കൂട്ടാത്തവർ വെജിറ്റേറിയൻ കൂട്ടട്ടെ. ഗൈസ്, ഞാൻ പറയട്ടെ, ചിക്കൻ ആയാലും വെജിറ്റേറിയൻ ആയാലും ഈ ഒരൊറ്റ ഉണ്ടി ഉണ്ടാക്കി കഴിഞ്ഞാലില്ലേ, ഈ ഒരൊറ്റ ഉരുള മതി ഗൈസ്, കുഴച്ച് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടാ. അതും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, സിമ്പിൾ ആയിട്ട്. വായിൽ ഇപ്പം തന്നെ വെള്ളം ഊർന്നട്ടാ. ഇനി ഇത്രയും സാധനം മാത്രം ഒന്ന് നോട്ട് ചെയ്തോ, പെട്ടെന്ന് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഉമ്മാന്റെ കയ്യും കാലം പിടിച്ചില്ല സുന്ദരമായ പാത്രത്തിലേക്ക് നമുക്കൊരു 30 വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് ഇതേപോലെ മൂപ്പിച്ചെടുത്തിട്ട് ഒരു നല്ല സ്റ്റൈലും പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കായ്മുളക് ഇട്ട് കൊടുക്കുക, പിരിയമുളകാണ് കേട്ടാ, അതും ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില വറുത്തെടുത്തിട്ട് അതും ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ സവാള കുനുകുനായിരുന്നിട്ട് അതും ഇട്ട് കൊടുക്കുക. വെങ്കായം എന്നാണ് കേട്ടോ ബംഗ്ലാദേശുകാർ പറയല്, തമിഴന്മാരും അങ്ങനെ പറയല്. പിന്നെ 3 പച്ചമുളക് കയറിയിട്ട് അതും ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് ദൂരെ മാറി അല്ലെങ്കിൽ കണ്ണിലും തെറിക്കുക. പിന്നെ 2 ചെറുതായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് പുഴുങ്ങിയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ചെറുതായിട്ട് മുറിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരു കൈ നിറച്ചും മല്ലയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ അടുക്കള മുഴുവൻ ഒടുക്കത്തെ സ്മെല്ലായിരിക്കും ഗൈസ്. ആ സ്മെല്ല് മാത്രം മതി നമുക്ക് ചോറയ്ക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് ചോറയ്ക്കാം. അപ്പൊ ഇതിന്റെ പേരാണ് വെജിറ്റബിൾ ബർത്ത. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിക്കോ, ബർത്താവല്ല ഗൈസ്, ബർത്ത റെസിപ്പി. ഓക്കെ, അപ്പൊ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.